തമ്പ് കണ്ട സമയത്ത് നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും അല്ലെ. എടാ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞല്ല, കാര്യം സത്യമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓൺ എക്സാം അതികഠിനമായിരുന്നു. അതൊക്കെ മേലെ ആയിട്ടാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പൊ മുതലെങ്കിലും 50-ൽ താഴെ ദിവസമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ഇപ്പൊ മുതലെങ്കിലും അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളിലൂടെ പഠിച്ചു പോകുന്ന കുട്ടിക്ക് മാത്രമേ നല്ലൊരു സ്കോറിൽ എത്താൻ കഴിയുള്ളൂ. എന്താണല്ലേ, നമ്മളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് വരാൻ പോകുന്നത് 3 ടൈപ്പ് ആയിട്ടായിരിക്കും. അതായത് 30% നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, സിമ്പിൾ. ഇനി അടുത്തത് 50% മീഡിയം ആയിരിക്കും, പിന്നെ 20% ഹാർഡ്. ആ ഒരു 20% എന്ന് പറയുന്നത് കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. എങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അരിച്ച് പെറുക്കിയിട്ടും കാര്യമില്ല, നിങ്ങൾ കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, അതായത് 1+1 = 2 ആണെന്ന് കാണാതെ പഠിച്ചിട്ട് കാര്യമല്ല. 1+1 എങ്ങനെ 2 ആയി എന്നുള്ള കാര്യം നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു 20% മാർക്ക് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈസി ഞങ്ങൾ ആൻസർ ചെയ്യും, ഒരു പ്രശ്നവുമില്ല. ഇനി മീഡിയം ഞങ്ങൾ എങ്ങനെയെങ്കിലും ആൻസർ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ആ ഒരു 50% മീഡിയത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുമെന്നറിയോ? ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് വന്നിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യനും തരും, അതിന് 4 ഓപ്ഷൻസും ഉണ്ടാവും. ഈ 4 ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 ശരിയായിട്ട് തോന്നും. ഈ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രശ്നക്കാരനാണ്. അതായത് നിങ്ങൾക്ക് സാധാരണ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 വരിയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ 1/2 മാർക്ക് നിങ്ങൾക്ക് ടീച്ചർ തരും ഇല്ലേ? പക്ഷെ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കുത്തിയാൽ മാത്രമേ 1 മാർക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് പോയി. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് A, B എന്ന് പറയും. A, B എന്ന് തന്നിരിക്കും. ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ഏതാണെന്നും നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? നമുക്ക് ഏത് കണ്ടാലും ഇത് റീസൺ ആണോ, ഇത് റീസൺ അല്ലേ, ഇത് ട്രൂ ആണോ, ഇത് ഫോൾസ് ആണോ, ഇതുപോലെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് വരിക. A and B ഫോൾസ് ആണ്, A and B ട്രൂ ആണ്, ആൻഡ് A ഫോൾസ് B ട്രൂ, അങ്ങനെ വരും. ബോത്ത് ട്രൂ ആൻഡ് B ഈസ് ദ റീസൺ ഓഫ് A, അങ്ങനെ ബോത്ത് ഫോൾസ് ആൻഡ് B ഈസ് നോട്ട് എ റീസൺ ഓഫ്, അങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നും. ഇതിൽ ഏറ്റവും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റീസൺ ലെവൽ ക്വസ്റ്റ്യനിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ട എന്താ അറിയോ? പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കുത്തുക എന്നുള്ളത്, ഓപ്ഷൻ ഏതാ കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയായാലും ഐഡിയ കിട്ടില്ല. ദെൻ മൂന്നാമത്തെ ഒരാളാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ്. കുറേ ആൾക്കാർ പ്രത്യേകതയാണ്, നമ്മൾ കുറേ ട്യൂഷൻ അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് നോട്ട്ബുക്ക് വായിക്കും. നോട്ട്ബുക്കിൽ ഇത് പറഞ്ഞ് വായിക്കും. പക്ഷെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് ടെക്സ്റ്റ് ബുക്ക്. ഇതിൽ നമുക്ക് ഇതുപോലെ ചെറിയ സൈഡിലൂടെ നമുക്ക് ഒരു ചെറിയ വേറെ കളറിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ്. ആ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും നമ്മൾ തൊട്ട് നോക്കില്ല. അപ്പൊ ഈ ഒരു എക്സ്ട്രാ പോയിന്റ്സ് എന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് ആയിട്ട് വായിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കറക്റ്റ് ആയിട്ട് നോക്കി പോകുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ വെറുതെ 1+1 2 ആണ്, 2+3 5 ആണ്, അതൊക്കെ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് അത് ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടി 1 രൂപയുടെ 2 മുട്ടായി വാങ്ങി, അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് ആ കുട്ടി 1 രൂപയുടെ 3 മുട്ടായി വാങ്ങി. അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക് എത്ര രൂപ ആകെ ചെലവായി, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മൊത്തം നമ്മളുടെ തലേന്ന് പോകും. അങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഈ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഹാർഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഇനി മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ഈ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളിലൂടെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ നിങ്ങൾ പോയാൽ മാത്രമേ എൻ്റെ മക്കൾക്ക് എന്ത് പറ്റുള്ളൂ, ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നല്ലൊരു സ്കോർ വാങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് അവിടെ നിൽക്കേണ്ടി വരും, വീട്ടിലൊക്കെ പോയിട്ട് കരഞ്ഞിരിക്കേണ്ടി വരും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഇപ്പം മുതലെങ്കിലും 50-ൽ താഴെ ദിവസങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഇപ്പം മുതലെങ്കിലും എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. കുറെ കുട്ടികൾക്ക് ഉണ്ടാവും, മിസ്സേ ഇപ്പം ഞങ്ങൾ പഠിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ സ്കൂളത്തെ സിലബസ് അല്ലെങ്കിൽ സ്കൂളത്തെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സ്കൂളിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ അങ്ങെങ്ങോ എത്തി, അതൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. ബിക്കോസ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയോ? ഈ ചാപ്റ്ററിന്റെ ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകതയാണ്, ഇവരെന്താ പറയാ അറിയോ, കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടില്ലായിരുന്നു, ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞിട്ടാ പറയാം. അപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ അറിയാത്ത കുട്ടിക്ക് എന്ത് പറ്റൂല, പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് ആദ്യം മുതലേ പഠിച്ചു വരണം.
ആദ്യം മുതലേ പഠിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ചൊരു പ്രശ്നമാണ് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾക്ക് ഒറ്റക്ക് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ച് കിട്ടാൻ പോകുന്നത് 2999 ആണ്. 3999 ബാച്ച് 2999 നിങ്ങൾ ഇനിയിപ്പോൾ ക്ലാസ് 9 ആണെങ്കിലും അതേ എമൗണ്ട് തന്നെയാണ് വരുന്നത്. ആൻഡ് നമ്മളുടെ ക്ലാസ് 8 ആണെങ്കിൽ 2299 നിങ്ങൾക്ക് ബാച്ച് കിട്ടാൻ പോകുന്നത്. എടാ നിങ്ങൾക്ക് കിട്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ്സേ ഇപ്പം ചേർന്നിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് എന്താ ഇതിൽ ഞങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന്. എടാ നിങ്ങൾക്ക് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് 0 ഹീറോ ആവാനുള്ള ചാൻസ് ആണ്. ഇത് ലാസ്റ്റ് ചാൻസ് എന്ന് തന്നെ പറയാം. ഇതിലൂടെ നിങ്ങൾക്ക് ഇതാ നോക്ക്, നമ്മൾ ഒക്ടോബർ ടു നവംബറോട് കൂടിയിട്ട് ക്രിസ്മസ് എക്സാമിന്റെ എല്ലാ പോർഷൻസും ബേസിക്സ് മുതൽ ഞങ്ങൾ പറഞ്ഞുതരും. അതുപോലെ ഫുൾ ചാപ്റ്ററിന്റെ ആക്സസ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എനിക്ക് കൂടുതൽ മനസ്സിലാവാത്തത്, ആ ചാപ്റ്റർ എനിക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. ഏത് ചാപ്റ്റർ ആണെങ്കിലും ആ ചാപ്റ്ററിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അതുപോലെ ഡിസംബറിൽ നമ്മൾ ഫുൾ ചാപ്റ്റർ റിവിഷനും ഉണ്ടാവും. അതുപോലെ തന്നെ മോഡൽ എക്സാംസും നമ്മൾ നടത്തും. ഇനി നമ്മൾ സിലബസ് കംപ്ലീറ്റഡ് ബൈ January 30, അതായത് നമ്മൾ ഡിസംബറോട് കൂടിയിട്ട് എന്ത് കഴിയും, ക്രിസ്മസ് എക്സാമിന്റെ പരിപാടിയൊക്കെ കഴിയും. പിന്നെയുള്ള ജാനുവരി ആൻഡ് ഡിസംബറിന്റെ ബാക്കി ദിവസങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫൈനൽ എക്സാമിന് എന്തൊക്കെ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ടോ അത് മൊത്തം ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു January 30 കൂടിയിട്ട് നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കി തരും. ദെൻ ഫെബ്രുവരി മാർച്ച് മാസം എന്താ ഉണ്ടാവുക, റിവിഷൻ ഉണ്ടാവുക. മിസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യം പറഞ്ഞപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസം ഫുൾ റിവിഷൻ ആൻഡ് മോഡൽ എക്സാം ആക്കിയിട്ടുള്ളത്. ഇനി 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അഡാപ്റ്റീവ്, പ്രാക്ടീസ്, ക്വിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 സെറ്റ് ഓഫ് എക്സാംസ് എടുത്തിട്ടുണ്ട്. MCQ ടൈപ്പ്, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ്, മോഡൽ എക്സാം, അങ്ങനെ പറഞ്ഞ എല്ലാ ടൈപ്പ് എക്സാംസും ഉണ്ട്. AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ സബ്ജക്ട് വൈസ് ക്ലബ്ബ്, അതായത് എനിക്ക് മാത്സ് ഒന്നും അറിയില്ല മിസ്സേ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും പോലും അറിയില്ല എന്ന് പറയുന്ന കുട്ടികളില്ല എൻ്റെ മുന്നിൽ. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അത് മുതൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സബ്ജക്ട് വൈസ് ക്ലബ്സ് ഉണ്ട്. അതുപോലെ 2 ടൈപ്പ് ഓഫ് നോട്ടും മെന്ററിങ്ങും ഒക്കെ കൂടിയിട്ട് ഫുൾ സെറ്റാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും മിസ്സേ ഇപ്പം തന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് പൈസ വാങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. എൻ്റെ വീഡിയോ കാണുന്ന ഈ മക്കൾ ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്തിടുന്നു. 2 സെക്കൻഡേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ബോധം തെളിയുന്നത്. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം വന്നു കഴിഞ്ഞാലും അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടും. പക്ഷേ ഓഫർ കിട്ടിയ ആർക്ക് മാത്രമാണ്, നമ്മളുടെ ഒക്ടോബർ 31 വരെ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഈ ഒരു ഓഫർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്ടോബർ 31 മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം രജിസ്റ്റർ ചെയ്ത് വെക്കാം. പിന്നെയുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.